പാലക്കാട് മണ്ഡലത്തിൽ ബി.ജെ.പി. സി.പി.എം. ഡീലെന്ന കോൺഗ്രസ് ആരോപണത്തിന് പിന്നിൽ പരാജയഭീതി. സ്വപ്നത്തിൽ പോലും കോൺഗ്രസ് കരുതിയിരുന്നില്ല സർക്കാർ ഇങ്ങനെ ഒരു തുറുപ്പ് ഗുലാനെടുത്ത് മുന്നിൽ വയ്ക്കുമെന്ന്. പാലക്കാട് മണ്ഡലത്തിലെ സുപരിചിതനായ, മണ്ഡലത്തിലെ സകല മനുഷ്യരുമായിട്ട് ബന്ധമുള്ള, അവിടത്തെ വ്യവസായ പ്രമുഖനായിട്ടുള്ള എൻ.എം.ആർ. റസാക്കിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കുമെന്ന് അവരുടെ ചിന്തകളിൽ ഒരിടത്ത് പോലും തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കോൺഗ്രസ് കഴിഞ്ഞ കുറച്ചു കാലമായി ഷാഫി പറമ്പിലിന്റെ താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇറക്കുമതി സ്ഥാനാർത്ഥികളെ അവിടെ മത്സരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആ മണ്ഡലത്തെ കുത്തകയാക്കി വയ്ക്കാൻ കഴിഞ്ഞ കുറെ കാലമായി സംഘപരിവാറുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടി നടത്തിയിരുന്നു. അത് നാട്ടിൽ പാട്ടായ രഹസ്യമാണ്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പാലക്കാട് ബി.ജെ.പിയുടെ കോട്ടകൊത്തളങ്ങളിൽ കോൺഗ്രസിന് വോട്ട് കിട്ടിയ സന്ദർഭത്തിൽ കൂടി തെളിയിക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പോഴാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിനെ മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷം ഒരു പരിശോധന നടത്തിയത്. കേവലം 6000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3000 വോട്ടിന് ഷാഫി വിജയിച്ചിടം. ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 18000 വോട്ട് കിട്ടിയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്തിയപ്പോൾ അത് കുത്തനെ ഇടിഞ്ഞ് 6000-ലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ആ മണ്ഡലം ഒപ്പം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള നിലയ്ക്കുള്ള ആലോചനകളാണ് ഒടുവിൽ വ്യവസായിയായിട്ടുള്ള എൻ.എം.ആർ. റസാക്കിലെത്തിയത്. ആർക്കും സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഹോട്ടൽ ശൃംഖല നടത്തുന്നത് കൊണ്ട് തന്നെ ജില്ലയിലെ ഒട്ടുമിക്ക എല്ലാ മനുഷ്യരുമായിട്ട് നേരിട്ടുള്ള ബന്ധമുള്ള വ്യക്തി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വ്യക്തിബന്ധങ്ങൾ കൂടി വോട്ടാകാൻ അവസരമുണ്ടാകാൻ പോകുന്ന സന്ദർഭം. പരാജയഭീതി വരില്ലേ? അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടനടി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർ കുത്തകയാക്കി വെച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കൂടി പൊളിയാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു ഡീൽ എടുത്തങ്ങ് അടിച്ചത്. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള തന്ത്രമായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയുണ്ട്. കേട്ടെ. ഞാനൊരു പാലക്കാട്ടുകാരനാണ്. അപ്പോൾ പാലക്കാട്ടുകാരനെ പറ്റിച്ചിട്ട് ഡീലുണ്ടാക്കുന്ന ആളല്ല ഞാൻ. അത് ദേശാടന കിളികളും ഈ വിരുന്ന് വന്നു പോകുന്നില്ല, അവരൊക്കെ ചെയ്യുന്ന കാര്യമാണ്. പാലക്കാട്ടുകാർ ചെയ്യില്ല. പിന്നെ നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ ഡീലിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്ന് ഒരു എംപിനെ, അവർക്ക് രാജ്യസഭാ എംപിനെ നഷ്ടപ്പെട്ടത്. 5 പേരാണ് കൂറുമാറി വോട്ട് ചെയ്തത്. അപ്പൊ ഡീല് കോൺഗ്രസ് ആണ്. അതെ, ചില കണക്കുകൂട്ടലുകളൊക്കെ പിഴയ്ക്കുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഒറ്റയടിക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാരണമുണ്ട്. അതായത് ബി.ജെ.പി. ഡീലാണത്രേ. ബി.ജെ.പിയുമായി ഒരു പാത്രത്തിലുണ്ട് ഒരു പായിൽ ഉറങ്ങുന്നവർക്ക് എളുപ്പത്തിൽ അവർക്കെതിരെ ഇങ്ങനെ ഡയലോഗ് അടിക്കാം. മുനിസിപ്പാലിറ്റിയിൽ വരെ RSSനെതിരെയോ ബി.ജെ.പിക്കെതിരെയോ കമാ ശിവ എന്നൊരു അക്ഷരം മിണ്ടാത്ത ടീംസാണ് ഇപ്പോൾ ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്തായാലും സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞാൽ അത് മാസായി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒപ്പം തന്നെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രതികരണവും സ്ഥാനാർത്ഥികളായിട്ട് ദേശാടന പക്ഷികളെയൊക്കെ ആ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്ന അവരുടെ ഒരു പതിവ് തന്ത്രത്തെ പൊളിക്കാനുള്ള ഇടതുപക്ഷ നീക്കം അത് ഫലം കാണുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുൻകൂട്ടിയുള്ള ഒരു അടിയാണ് ഇത്. ബി.ജെ.പിയെ സഹായിക്കാൻ വേണ്ടിയുള്ള CPM തന്ത്രമാണത്രേ. എന്തായാലും രമേശ് പിഷാരടി എന്ന മിമിക്രി കലാകാരനേക്കാൾ കൂടുതൽ പാലക്കാടുകാർക്ക് സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയെ മുന്നിൽ യമണ്ടൻ ചെക്കായിട്ട് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ വല്ലാതെ വിറളി പിടിച്ചിട്ടുണ്ട്. ആ വിറളി പിടിച്ചതിന്റെ അപസ്വരങ്ങളാണ് ഡീൽ എന്ന രീതിയിലൊക്കെ ഉയരുന്നത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴേ ഇങ്ങനെ കരഞ്ഞു തുടങ്ങല്ലേ? കരയാൻ ബാക്കി കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് കണ്ണീരൊക്കെ വച്ചിരിക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ ഡീൽ പ്രചരണക്കാരോട് പറയാനുള്ളൂ. എന്തായാലും ഇക്കുറി പാലക്കാടും തൂക്കാനുള്ള നീക്കമാണ് ഇടതുപക്ഷം നടത്തിയിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് എത്തിപ്പെട്ട സന്ദർഭത്തിൽ കോൺഗ്രസിന്റെയും സംഘപരിവാറിന്റെയും പല മേഖലകളിലെ വോട്ടുകൾ ചോർത്താനും വിള്ളൽ വരുത്താനും ശേഷിയുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് റസാഖ് എന്ന് ഇപ്പോഴത്തെ ഈ കരച്ചിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് ഇക്കുറി പാലക്കാട് ഇങ്ങ് പോന്നാലും അത്ഭുതപ്പെടാനില്ല തന്നെ.